ഗരുഡ ഇന്തോനേഷ്യ ഫ്ലൈറ്റ് 421 എന്ന വിമാനം 31,000 അടി ഉയരത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് വിമാനത്തിലെ മുഴുവൻ പിടിച്ചു കുടുക്കിക്കൊണ്ട് ഒരു ഇടിമിന്നലിൽ അകപ്പെട്ട് വിമാനത്തിന്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകുന്നത്. എഞ്ചിൻ തകർന്ന വിമാനത്തിലെ 60 മനുഷ്യജീവനുകളെ രക്ഷപ്പെടുത്താൻ ക്യാപ്റ്റൻ കണ്ട ഏക വഴി താഴെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയായിരുന്നു. പിന്നെ നടന്നത് വൈമാനിക ചരിത്രത്തിലെ ആരും മറക്കാത്ത ഒരു അധ്യായം തന്നെയായിരുന്നു. സമയം ഉച്ചകഴിഞ്ഞ് 12:55. ഗരുഡ ഇന്തോനേഷ്യ ഫ്ലൈറ്റ് 421 എന്ന വിമാനം എയർപോർട്ടിലെ ചെക്കിങ്ങുകൾ എല്ലാം പൂർത്തിയാക്കി സലേപറങ്ക് എയർപോർട്ടിൽ നിന്നും യോഗ്യകാർട്ടിൽ സ്ഥിതി ചെയ്യുന്ന അഡിസുകിട്ടോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പറന്നുയർന്നു. ഫ്ലൈറ്റിൽ 54 പാസഞ്ചേഴ്സും 6 ക്രൂ മെമ്പേഴ്സുമായി 60 പേരായിരുന്നു ഉണ്ടായിരുന്നത്. വിമാനത്തിന്റെ ക്യാപ്റ്റൻ അബ്ദുൾ റസാഖ് എന്ന പൈലറ്റും ഫസ്റ്റ് ഓഫീസർ ഡിസാറോട്ട് ഹണ്ടോയോ എന്ന പൈലറ്റുമായിരുന്നു. ഇവ രണ്ടുപേരും ആയിരക്കണക്കിന് മണിക്കൂറുകൾ വിമാനം പറത്തി പരിചയ സമ്പത്തുള്ളവരുമായിരുന്നു. എന്നാൽ വിമാനം പറന്നുയരുന്നതിന് മുമ്പ് തന്നെ വിമാനം സഞ്ചരിക്കേണ്ട റൂട്ടിൽ ഇടിയും മിന്നലും മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ഇന്തോനേഷ്യയിലെ കാലാവസ്ഥ പൊതുവെ ഇത്തരത്തിൽ ആയതിനാൽ തന്നെ ആയിരിക്കണം ഫ്ലൈറ്റ് ഓപ്പറേറ്റേഴ്സ് അതത്ര കാര്യമാക്കിയെടുത്തില്ല. അങ്ങനെ വിമാനം അതിന്റെ ഇനീഷ്യൽ ക്രൂസിംഗ് ആൾട്ടിറ്റ്യൂഡായ 31,000 അടിയിലേക്ക് കുതിച്ചുയർന്നു. ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റിനുള്ളിൽ യോഗ്യകാർട്ടിലേക്ക് എത്തിച്ചേരേണ്ട യാത്രയായിരുന്നു അത്. ആദ്യത്തെ മണിക്കൂറിലെ അവസാന നിമിഷം വരെ എല്ലാം സാധാരണഗതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അപ്പോൾ സമയം ഏകദേശം 1:45. മുമ്പേ തന്നെ കാലാവസ്ഥ മോശമാണെന്ന റിപ്പോർട്ട് ലഭിച്ചിരുന്നു എങ്കിലും അവരെ കാത്തിരുന്നത് അതിഭയാനകരമായ ഇടിമിന്നലും മഴയുമായിരുന്നു. എങ്കിലും വിമാനം നിശ്ചയിച്ച റൂട്ടിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനായിരുന്നു ക്യാപ്റ്റന്റെ തീരുമാനം. അങ്ങനെ വിമാനം യോഗ്യകാർട്ടയുടെ ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും കാലാവസ്ഥ വളരെയധികം മോശമാവുകയായിരുന്നു. കൂടാതെ വിമാനം ക്യുമുലോനിംബസ് ക്ലൗഡ് എന്ന് വിളിക്കപ്പെടുന്ന വളരെയധികം അപകടം നിറഞ്ഞ മേഘങ്ങൾക്കിടയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇത്തരം മേഘങ്ങളിൽ ശക്തമായ മഴയും ഇടിമിന്നലും കാറ്റും കാണപ്പെടാറുണ്ട്. അതിനാൽ തന്നെ വിമാനങ്ങൾ ഇത്തരം മേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നത് മരണതുല്യമാണ്. എന്നാൽ വിമാനത്തിലെ ഇന്ധനത്തിന്റെ ലഭ്യതക്കുറവും സമയവും കണക്കിലെടുത്ത് മറ്റൊരു വഴി സ്വീകരിക്കുന്നതിന് പകരം ആ മേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ തന്നെയാണ് ഫ്ലൈറ്റ് ഓപ്പറേറ്റേഴ്സ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് ആരും പ്രതീക്ഷിക്കാതെ വിമാനത്തിലേക്ക് ഡയറക്റ്റ് ആയിക്കൊണ്ട് ഇടിമിന്നലേൽക്കുന്നത്. ക്യാപ്റ്റന്റെയും ക്രൂ മെമ്പേഴ്സിന്റെയും കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് വിമാനത്തിന്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമാവുകയായിരുന്നു. ശക്തമായ രീതിയിൽ വെള്ളം എഞ്ചിനിന്റെ അകത്തേക്ക് കയറിയതായിരുന്നു വിമാനത്തിന്റെ എഞ്ചിൻ ഷട്ട് ഡൗൺ ആകാനുള്ള പ്രധാന കാരണം. എന്നാൽ ജെറ്റ് എഞ്ചിനുകൾ ഇടിയും മിന്നലും മഴയും തരണം ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്യപ്പെടാറുള്ളത്. പക്ഷേ അന്നത്തെ ഇടിയും മിന്നലും മഴയും ഒന്നും എഞ്ചിന് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് കോക്പിറ്റിൽ ഭയം പടർന്നു തുടങ്ങി. വിമാനത്തെ പിടിച്ചുകുലുക്കുന്ന കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും ശബ്ദമായിരുന്നു അവിടെ നിറഞ്ഞിരുന്നത്. തുടർന്ന് പെട്ടെന്ന് തന്നെ പൈലറ്റ് എമർജൻസി പ്രഖ്യാപിക്കുകയും എഞ്ചിനുകൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പഠിച്ച 18 അടവ് ശ്രമിച്ചുവെങ്കിലും എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന 2 മാർഗങ്ങൾ, ഒന്നെങ്കിൽ എല്ലാ ശ്രമങ്ങളും അവസാനിപ്പിച്ച് മരണത്തിന് കീഴടങ്ങുക എന്നതും മറ്റൊന്ന് എല്ലാ ഭയത്തെയും അതിജീവിച്ച് വിമാനം ഫോഴ്സ് ലാൻഡിംഗ് നടത്തുക എന്നതുമായിരുന്നു. എന്നാൽ മരണത്തിന് കീഴടങ്ങാൻ അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ യോഗ്യകാർട്ടയിലേക്ക് വിമാനം തിരിച്ചുവിടാനോ മറ്റൊരു എയർപോർട്ടിലേക്ക് എത്തുന്നതുവരെ വിമാനത്തെ നാവിഗേറ്റ് ചെയ്യാനോ അസാധ്യമായ കാര്യങ്ങളായിരുന്നു. കൂടാതെ എഞ്ചിൻ തകർന്നതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ ആൾട്ടിറ്റ്യൂഡ് പെട്ടെന്ന് തന്നെ താഴാൻ ആരംഭിച്ചിരുന്നു. എല്ലാ പ്രതീക്ഷകളും അവസാനിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്താണ് ക്യാപ്റ്റൻ അബ്ദുൾ റസാഖ് വിമാനത്തിന്റെ താഴെ നീണ്ടു നിവർന്നൊഴുകുന്ന ബംഗാവൻ സോളോ റിവർ എന്ന നദി കാണുന്നത്. ആ നിമിഷമായിരുന്നു ആ വിമാനത്തിലെ 60 പേരുടെയും 2ാം ജന്മം തുടങ്ങിയ നിമിഷം. എന്നാൽ ഒരു റൺവേയിൽ വിമാനം ഇടിച്ചിറക്കുന്നതിനേക്കാൾ അപകടം നിറഞ്ഞതാണ് വാട്ടർ സർഫസിൽ വിമാനം ഇടിച്ചിറക്കുക എന്നത്, അതും ഒരു എഞ്ചിന്റെയും സപ്പോർട്ട് പോലും ഇല്ലാതെ. പക്ഷെ ക്യാപ്റ്റൻ എല്ലാ വെല്ലുവിളികളെയും എതിർത്തുകൊണ്ട് ആ നദിയിലേക്ക് വിമാനം ഇടിച്ചിറക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ക്രൂ മെമ്പേഴ്സും വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്താൻ പോവുകയാണെന്ന വിവരം പാസഞ്ചേഴ്സിനെ അറിയിച്ചു. സമയം ഏകദേശം 2:25. എല്ലാ പരിചയസമ്പത്തും ധൈര്യവും ആർജിച്ചുകൊണ്ട് പൈലറ്റ് എഞ്ചിനുകളുടെ സഹായമില്ലാതെ വിമാനത്തെ ഗ്ലൈഡ് ചെയ്തുകൊണ്ട് ബംഗാവൻ സോളോ റിവറിലേക്ക് ലാൻഡ് ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ വിമാനം വളരെ ഹാർഡായാണ് നദിയിൽ പതിച്ചത്. എങ്കിലും വലിയ തരത്തിലുള്ള ഡാമേജ് ഇല്ലാതെ തന്നെ വിമാനം ലാൻഡ് ചെയ്യാൻ ക്യാപ്റ്റനെ കൊണ്ട് സാധിച്ചു. വിമാനത്തിന്റെ ഫ്യൂസലേജിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല. ഫ്യൂസലേജിന് വല്ലതും സംഭവിച്ചിരുന്നു എങ്കിൽ അത് പാസഞ്ചേഴ്സിന്റെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരുന്നു. താമസിയാതെ വിമാനത്തിന്റെ ക്യാബിൻ വെള്ളത്തിൽ മുങ്ങാൻ ആരംഭിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ പാസഞ്ചേഴ്സും ഫ്ലൈറ്റ് മെമ്പേഴ്സും രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു.
കൂടാതെ വിമാനം ലാൻഡ് ചെയ്തതിന്റെ ശബ്ദം കേട്ടും മറ്റും ഓടിയെത്തിയ സമീപ പ്രദേശത്തെ നാട്ടുകാരും സമീപത്തെ ബോട്ടുകളും രക്ഷാപ്രവർത്തനത്തിനായി എത്തി. വിമാനത്തിലെ 60-ൽ 50 പേരും രണ്ടാം ജന്മവുമായാണ് വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങിയത്. എന്നാൽ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിരുന്ന ഗിറ്റ ലെസാരി എന്ന ധീര വനിതയ്ക്ക് രക്ഷാപ്രവർത്തനത്തിനിടയിൽ ജീവൻ നഷ്ടമായിരുന്നു. എന്നാൽ ഇത്രയും അപകടം നിറഞ്ഞ സിറ്റുവേഷനിൽ നിന്നും 59 പേരുടെ ജീവൻ രക്ഷിച്ച ഫ്ലൈറ്റ് ഓപ്പറേറ്റേഴ്സിന്റെയും പ്രത്യേകിച്ച് ക്യാപ്റ്റന്റെയും മനോധൈര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ സംഭവത്തിന് ശേഷം ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി കമ്മിറ്റി അതായത് NTSC പ്രസ്തുത സംഭവത്തെക്കുറിച്ച് വിശദമായി പഠനം നടത്തിയിരുന്നു. അതിൽ അപകട കാരണത്തെക്കുറിച്ച് ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. പ്രധാന കാരണം കാലാവസ്ഥ തന്നെയായിരുന്നു. ശക്തമായ മഴയും കാറ്റും കാരണം വിമാനത്തിന്റെ എഞ്ചിന്റെ അകത്തേക്ക് നല്ല രീതിയിൽ വെള്ളം കയറിയിരുന്നു. കൂടാതെ ശക്തമായ കാറ്റ് എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കാത്തതിന് ഒരു കാരണമായി മാറി. രണ്ടാമത്തെ കാരണം വിമാനത്തിന്റെ ഡിസൈൻ ലിമിറ്റേഷനുകൾ തന്നെയായിരുന്നു. അതായത് പ്രസ്തുത വിമാനമായ ബോയിങ് 737-300ന്റെ എഞ്ചിൻ ഇത്തരത്തിലുള്ള ശക്തമായ കാലാവസ്ഥയെയും മഴയും സർവൈവ് ചെയ്യാൻ മാത്രം പൂർണ്ണമായി രൂപകൽപ്പന ചെയ്തിട്ടില്ലായിരുന്നു. ഇതിനെല്ലാം പുറമെ NTSC ക്യാപ്റ്റന്റെയും ക്രൂ മെമ്പേഴ്സിന്റെയും സംയോജിതമായ ഇടപെടലിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ ഗരുഡ ഫ്ലൈറ്റ് 421ന്റെ എമർജൻസി ലാൻഡിങ്ങിന് സമാനമായ ഒരു സംഭവമാണ് ദ മിറാക്കിൾ ഓഫ് ഹാഡ്സൺ എന്ന പേരിൽ വൈമാനിക ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ.